ദേശീയപാത 85 പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ഇടുക്കി എംപി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. 10 മീറ്റർ വീതിയിൽ ടാറിംഗ് ഉറപ്പാക്കി വേണ്ടത്ര സംരക്ഷണ ഭിത്തികൾ നിർമ്മിച്ചാണ് നിർമ്മാണം നടക്കുന്നത്. നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള വനമേഖലയിലെ തടസ്സങ്ങൾ മാറ്റപ്പെട്ടതായും വനം വകുപ്പിന് 5 കോടി നൽകി ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെ നടത്തിയതായും എംപി മീഡിയാനെറ്റിനോട് പറഞ്ഞു. ദേശീയപാത 85 പുനരുദ്ധാരണ വികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന ഇടുക്കി എംപി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് 10 മീറ്റർ വീതിയിൽ ടാറിംഗ് ഉറപ്പാക്കി വേണ്ടത്ര സംരക്ഷണ ഭിത്തികൾ നിർമ്മിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നതെന്നും ഈ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയതായും എംപി പറഞ്ഞു. ദേശീയപാത 85 പുനരുദ്ധാരണ വികസന പ്രവർത്തന നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 10 മീറ്റർ വീതിയിൽ ടാറിംഗ് വിട്ട് ഉറപ്പാക്കിക്കൊണ്ട് വേണ്ടത്ര സംരക്ഷണ ഭിത്തികൾ നിർമ്മിച്ചുകൊണ്ട് ഉടനീളം നടക്കുന്നതായിട്ടുള്ള ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് കഴിഞ്ഞ ദിവസങ്ങളിൽ വിലയിരുത്തിയതാണ്. നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള വനമേഖലയിലെ തടസ്സങ്ങൾ മാറ്റപ്പെട്ടതായും വനം വകുപ്പ് നിർദ്ദേശിച്ച കാര്യങ്ങൾ NH അതോറിറ്റി ഓഫ് ഇന്ത്യ അംഗീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നതെന്നും എംപി പറഞ്ഞു. 5 കോടി രൂപ വനം വകുപ്പിന് നൽകുകയും ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ളവ നടത്തിക്കൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വികസന പ്രവർത്തനത്തിന് വേണ്ടി സത്യത്തിൽ അത് സമ്മതിച്ചു നൽകിയതാണ്. ഏതായാലും 5 കോടി രൂപ വനംവകുപ്പിന് കൈമാറിക്കൊണ്ട് അവർ പറഞ്ഞതായ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് അവിടെ പാലം നിർമ്മാണം നടക്കുന്നതായ മേഖല മുതൽ വാളറ വരെയുള്ള പ്രദേശങ്ങളിൽ ലാൻഡ് അക്വസിഷൻ ഉൾപ്പെടെ ചെയ്തുകൊണ്ടാണ് അവിടെ ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് നല്ല നിലയിൽ തന്നെ നമ്മുടെ റോഡ് ഗതാഗതം സുഗമമാക്കുന്നതിന് വേണ്ടി ഉപകരിക്കട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടെ റോഡ് ഗതാഗതം സുഗമമാകുമെന്നാണ് പ്രതീക്ഷയെന്നും എംപി പറഞ്ഞു. കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേസുകളിൽ വനം വകുപ്പ് വിട്ടുവീഴ്ച ചെയ്തിരുന്നില്ല. സർക്കാരിന്റെ കൂടി ഇടപെടലിലൂടെയാണ് ഒത്തുതീർപ്പാക്കിയത്. യഥാർത്ഥത്തിൽ സർക്കാർ സ്വീകരിക്കേണ്ട സമീപനം ഗവൺമെന്റ് ഉത്തരവുകളനുസരിച്ച് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കുകയെന്നതാണ്. 30 മീറ്റർ വീതി NHന് വിട്ടുകൊടുക്കുന്നതിനുള്ള സമ്മർദ്ദം ജനപ്രതിനിധി എന്ന നിലയിൽ തുടർന്നും ഉണ്ടാകുമെന്നും എംപി മീഡിയാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അടിമാലി.